Once again, welcome back to my video blog. My name is Ibadur Rahman. നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. പലപ്പോഴും പല സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇക്കായുടെ വീഡിയോ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സഹായകരമാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പല സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചെറിയൊരു പൊളപ്പൊളപ്പ് ഉണ്ടാകാറുമുണ്ട്. സന്തോഷകരമായ കാര്യങ്ങളാണല്ലോ, അതെല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും ചെറിയൊരു പൊളപ്പൊളപ്പ് ഉണ്ടാകാറുണ്ട്. എപ്പോഴും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് മാത്രമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഫോൺ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടു പോയിക്കും, ഉള്ളതുപോലെ പറയും. അതാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോണിന് 16,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഏത് വേരിയൽപ്പെട്ടതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒന്ന് അവസാനം വരെ കണ്ടേക്കണോട്ടാ പ്ലീസ്. പൂർണ്ണമായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ചാണ്. സൂപ്പർ ആമോ LED ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. പക്ഷേ സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പിക്സൽ പെർ, അതായത് ഇതിൽ PPI പിക്സൽ പെർ ഇഞ്ചസ് എന്ന് പറയുന്നത് 404 അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചില സമയങ്ങളിൽ ചില വീഡിയോ കാണുന്ന സമയത്ത് ചെറിയൊരു ക്വാളിറ്റി കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഫോട്ടോസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു പെർഫെക്ഷൻ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. 6.38 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഒരു പോരായ്മ കൂടെ നമുക്ക് അവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പോരായ്മ പറയണോട്ടോ, ഒരു ടെക് വ്ലോഗർ എന്ന രൂപത്തിൽ ഞാൻ നല്ലതും പറയും ചീത്തയും പറയും. അത് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ചാനലിൻ്റെ മുഖ്യമായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ പറഞ്ഞേക്കാം, കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ യാതൊരുവിധ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിലില്ല. പക്ഷേ ചെറിയൊരു ഒരു കവറിങ്, പ്ലാസ്റ്റിക് കവറിങ് മാത്രമാണ് ഇതിൽ ഉള്ളത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 16,990 രൂപയാണ്. ബ്രാൻഡുകൾ തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഈ ഒരു ഫോണിന് ഓൺലൈൻ സെയിൽ ആയത് കാരണം ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ളത് ഓപ്പോ K3യുമായിട്ടും സാംസങ് M30യുമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷേ അവിടെയെല്ലാം നമുക്കൊരു ഡിസ്പ്ലേയിൽ സാംസങ്ങിനും ഓപ്പോയ്ക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും. സൂപ്പർ ആമോ LED ആണ് സാംസങ്ങിലും ഇതിലും വരുന്നത്. പക്ഷേ ഓപ്പോയിലേക്ക് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമോ LED മാത്രമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഒരു സൈസിലും ഒരു ചെറിയൊരു പോയിന്റ് കുറവുണ്ട്. 6.38 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സൈസ്. പക്ഷേ സാംസങ്ങിലേക്ക് വരുമ്പോൾ 6.5 കിട്ടുന്നുണ്ട്, 6.4 ഓപ്പോയിലും കിട്ടുന്നുണ്ട്. കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ 5 ഓപ്പോയിൽ മാത്രമാണ് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പ്രൈസിനെ കമ്പയർ ചെയ്ത് കൊണ്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 16,990 രൂപയുടെ ഒരു വേരിയൻ്റാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഈ വിവോയുടെ ഈ ഒരു ഫോൺ മികച്ചതാണ് എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. 6GB 64GB 6GB 128GB അങ്ങനെ 2 വേരിയൻറ്റിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഒരു ചെറിയൊരു വലിപ്പ കൂടുതൽ കയ്യിലിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, കയ്യിൽ കാണാൻ പറ്റും. സാധാരണ ഒരു ചെറിയൊരു വലിപ്പം ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് 256GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഡിസ്പ്ലേയെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കറിയാം. വളരെ ഒരു ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ളൊരു എഫക്ട്സ് ആണ് കാണുന്നത്. ഇതിലൊരു പ്രത്യേകിച്ചൊരു പുതുമയും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നില്ല. മിക്ക സ്മാർട്ട് ഫോണുകളും ഈ ഒരു ഗ്രേഡിയൻ ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത്. എപ്പോഴും പല ആളുകൾക്കും ഒരു മുഖ്യമായിട്ടുള്ള ഇത് ഒരു പൂർണ്ണമായിട്ടും ഈ ഒരു കളർ വേരിയൻ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ 3 ക്യാമറകളാണ് ഉള്ളത്. 48 MB അത് വൈഡ് ആംഗിൾ ലെൻസാണ്, 8 MB അൾട്രാ വൈഡ് ആണ്, 2 MB ഡെപ്ത് സെൻസറോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറയാണ് വരുന്നത്. ഇമേജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസിന് വലിയൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ലൈറ്റിലെടുക്കുന്ന, അതായത് ഡേ ലൈറ്റിലെടുക്കുന്ന ഇമേജുകൾക്ക് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട്. ഡെപ്ത് സെൻസറോട് കൂടിയിട്ട് എടുക്കുന്ന ഇമേജുകൾ നല്ലതാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ പോർട്രേറ്റ് എഫക്ട്സിലെടുക്കുന്ന ഫോട്ടോസിന് അത് നോർമലി നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഏത് സ്മാർട്ട് ഫോണിലാണോ കാണുന്നത് അത് പെർഫെക്റ്റ് ആണെന്ന് മാത്രമേ നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും പരിശോധിക്കാറുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ നല്ലതുപോലെ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ പോലും നല്ലൊരു പെർഫെക്ഷൻ
ഇമേജിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു ഗുണമായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ചെറിയൊരു LED ഫ്ലാഷും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. AI ക്യാമറയോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ചില സമയത്ത് ചില ഗ്രീൻ എഫക്ട്സുകൾക്ക് വലിയൊരു കളർ സാച്ചുറേഷൻസ് ഈ മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. ചില ബ്രാൻഡുകളുടെ ഫോണുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എടുക്കുന്ന സമയത്ത് പച്ചയാണെങ്കിൽ സാച്ചുറേഷൻസ് വളരെ കൂടിയാണ് കാണുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. പോർട്രേറ്റുകൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ്. 8 MB അൾട്രാ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് വലിയൊരു ക്യാമറ പെർഫെക്ഷൻ ഇല്ല. പോർട്രേറ്റ് മോഡിൻ്റെ ബൊക്കേഷ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു രസകരമായിട്ടാണ് നമുക്ക് ഫോട്ടോസ് കാണാൻ സാധിക്കുന്നത്. വീഡിയോ ക്വാളിറ്റി 1080p നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 30 frames/s ആണ്. വ്ളോഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ പറ്റുകയില്ല. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 32 MP ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. ആ ഫ്രണ്ട് ക്യാമറയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ പോർട്രേറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സ്റ്റുഡിയോ ലൈറ്റ് എഫക്ട്സ് നല്ലതുപോലെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ സെൽഫിൻ്റെ കണ്ടു നോക്ക്, നല്ല രസമില്ലേ കാണാൻ. അതുകൊണ്ട് 32 MBയുടെ പോപ്പപ്പ് ക്യാമറയുടെ കാലഘട്ടം പല സ്മാർട്ട് ഫോണുകൾ വിട്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിൽ വാട്ടർ ഡ്രോപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയിലാണ് ഇതിൻ്റെ ക്യാമറ കാണുന്നത്. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഫ്രണ്ട് ക്യാമറയിലും കാഴ്ചവെക്കുന്നത്. നമുക്ക് കമ്പാരിസൺ നോക്കുന്ന സമയത്താണെന്ന് പോലും സാംസങ്ങും ഓപ്പോയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വിവോയുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ കൂടുതലാണെന്ന് പറയാൻ പറ്റും. കാരണം ഇത് 48 MB, 8 MB, 5 MB ആണ്. സാംസങ്ങിലേക്ക് വരുന്ന സമയത്ത് 13 MB, 5 MB, 5 MB. ഓപ്പോ അവിടെ വളരെ പിന്നോക്കം നിന്നു എന്ന് പറയാൻ പറ്റും. 2 ക്യാമറകളാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഒന്ന് 16 MBയുടെയും 2 MBയുടെയും. അപ്പോൾ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെന്നാണ് പറയുന്നത്. USB-C Type 2 ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ചാർജ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും വളരെ ഫാസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ 1-2 ഇപ്പോൾ പറയാമല്ലോ, ഇപ്പോൾ ചെറിയ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങുന്ന സമയത്ത് ഫിംഗർ പ്രിൻറ്റിൻ്റെ കുറച്ച് സ്റ്റൈലുകൾ ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കസ്റ്റമറെ സംബന്ധിച്ച് വലിയ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. 1-2 എഫക്ട്സുകൾ മാറി എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. 4500 mAh ഇതിന് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ബാറ്ററിയൊക്കെ നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അൺബോക്സിങ് കാണിച്ച് വെറുതെ നമ്മുടെ സുഹൃത്തുക്കളെ ബോർ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അൺബോക്സിങ് ചെയ്യാതിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh നല്ലൊരു ക്യാമറ തന്നെ. ഇനി ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ 0.48 ടൈം മാത്രമാണ് ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 3 hours വരെ ടോക്ക് ടൈം ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയത്ത് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചാർജ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ കാണുകയും അല്ലെങ്കിൽ എന്താ പറയുക ഈ യൂട്യൂബ് വീഡിയോ കാണുകയും അപ്ലോഡ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ ചാർജിങ് ലഭിക്കുന്നില്ല. പക്ഷേ ഒരു അടിയന്തര ഘട്ടത്തിൽ നമുക്ക് പോണ സമയത്ത് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 മണിക്കൂർ വരെ നമുക്ക് ചാർജ് കിട്ടുകയും ലഭിക്കുന്നതാണ്. പ്രോസസറിനെ കുറിച്ച് പറയുമ്പോൾ Qualcomm Snapdragon 712 ആണ് ഇതിൻ്റെ പ്രോസസറായിട്ട് വരുന്നത്. ആൻഡ്രോയിഡ് 9 ആണ്. അതേപോലെ തന്നെ ഫൺ ടച്ച് 9.1 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരികയും ചെയ്യുന്നത്. 16,000 രൂപ റേഞ്ചിൽ 16,000 രൂപ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആട്ടോ 6GB 64GBക്കാണ് 16,990 രൂപയായിട്ട് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 13-ാം തീയതി മുതലാണ് ഇതിൻ്റെ സെയിൽ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു പ്രൈസുമായിട്ട് കോമ്പറ്റീഷൻ വരുന്ന ഓൺലൈനിൽ കോമ്പറ്റീഷൻ വരുന്ന ഫോണുകളെക്കുറിച്ചും അതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചും ഞാൻ പറയുകയുണ്ടായി. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്യാമറയും അതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ ഡിസ്പ്ലേക്കാരും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനൊക്കെ വലിയൊരു രീതിയിൽ തന്നെ വിവോ മികച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ അഭിപ്രായം. എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെയും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വായിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.